Hi friends, Assalamu alaikum. Welcome back to my channel. ചെറുതാക്കി അരിഞ്ഞ ശേഷം കുറച്ച് തക്കാളി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് ഒരു 3 മുട്ട പുഴുങ്ങിയിട്ട് അത് മുറിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ ഇത്. ഇനി ഇതൊന്ന് ആവി പോയ ശേഷം നമുക്കിതിലേക്ക് നിറച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചെയ്യുന്നത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് തുന്നിയാലും മതി. നമ്മളിപ്പോൾ ഇതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യാന്നുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ വെച്ചിട്ട് കഴിക്കാൻ. ഇനി ഇതൊക്കെ ഒന്ന് ഫില്ലിങ്ങൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത ശേഷം നമുക്കിതൊന്ന് തുന്നി കൊടുക്കാം. ഇങ്ങനെ ഒരു സൂചി നൂലും എടുത്തിട്ട് തുന്നുക, അല്ലെങ്കിൽ വേറെ നിങ്ങളടുത്ത് അതിനുള്ള എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ എങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇതിങ്ങനെ തുന്നി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ തുന്നി കൊടുത്തിട്ട് ഒരു കെട്ടിട്ട ശേഷം അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതിൻ്റെ 2 കാല് പിടിച്ചിട്ട്, ഇതൊരു വാഴയിലേൻ്റെ ബാക്കിലുള്ള ആ നാരാണ് കേട്ടോ ഇത്. വാഴയിലേൻ്റെ തണ്ടില്ലേ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കെട്ടി കൊടുക്കുന്നത്. അത് നല്ല ടൈറ്റായിട്ട് അവിടെ നിൽക്കും, കാലം അകന്ന് പോകാതിരിക്കാനാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ കുത്തി കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്, അകന്ന് പോകണ്ടെന്ന് കരുതിയിട്ടാണ്. ഇത് വേവുമ്പോൾ ഒന്നായിട്ടൊന്ന് അകന്ന് പോവും, അപ്പോൾ അത് വേണ്ടാന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ 2 സൈഡിലും ഇങ്ങനെ കുത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കൈയിൻ്റെ ഈ ഭാഗം ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. ഇതിങ്ങനെ നമ്മൾ കുക്കറിലിടുമ്പോൾ ഒന്ന് ഒതുങ്ങി അവിടെ ശരിക്ക് കിടന്നോളും. അതിന് വേണ്ടിയിട്ടാട്ടോ ഇതിങ്ങനെ ചെയ്യണത്. അപ്പോൾ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാനിപ്പോൾ ഇത് ഒരു 1.5 മണിക്കൂറാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചത്, ഇങ്ങനെ മസാല തേച്ചിട്ട്. എന്തായാലും 1 മണിക്കൂറെങ്കിലും വെക്കണം, അപ്പോഴേ ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിവിടെ 1.5 മണിക്കൂറിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണിത്. ഇപ്പോൾ കണ്ടില്ലേ, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അത് താഴെ തന്നെ വെച്ചാൽ മതി. ഇനി ഒരു കുക്കർ ചൂടായ ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്.
കൂടുതലായിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിൽ മറിച്ചും ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ. ഇപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി കുക്കർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അത് കഴിക്കാൻ. ഗ്രിൽ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് കുറച്ച് പണിയാണ്. അപ്പോൾ ഇതത്ര പണിയൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.